കുറേ നാൾക്ക് ശേഷം എന്ന പോലെ ഞാൻ വീണ്ടും ഡൈവിന് ഇറങ്ങി. അതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്ത് നല്ലോണം കാണാനുണ്ട്. പിന്നെ ഡൈവിൻ്റെ സമയത്ത് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് ഞാൻ കൊണ്ടുപോയ ഗസ്റ്റാണ്, അകത്തിയിലുള്ളതാണ്. എന്നിട്ട് ഞാൻ സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്തു. വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഇതോ ആ ചേട്ടനാ പറഞ്ഞേ. സോറി, എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ, ക്ഷമിക്കണം. അവിടെ പറയുന്നത് ആ ചേട്ടൻ്റെ വൈഫായിരുന്നു. അത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ എന്താ അവിടെ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓക്കെ സോറി എനിക്കറിയത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. പിന്നെ അവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവർക്ക് എല്ലാവർക്കും കരിക്ക് വെട്ടി കൊടുത്തു. നസീബാണ് കരിക്ക് വെട്ടി കൊടുത്തത്. അപ്പോൾ കരിക്ക് വെട്ടി ഞാനും കരിക്ക് കുടിച്ചു. പിന്നെ ഗസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഗസ്റ്റ്, ഇഷ്ടംപോലെ എന്നല്ല, എനിക്ക് തോന്നുന്നു ഇത് രണ്ടാമത്തെ ട്രിപ്പാണെന്ന് തോന്നുന്നു. 2 ഗസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് പിന്നെ കരിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കരിക്ക് വെട്ടി കൊടുക്കുകയാണ്. പിന്നെ റിയാസൊക്കെ വന്ന് കരിക്ക് വെട്ടൽ സ്കില്ല് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇന്ന് ഷിപ്പ് ഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് 3 ട്രൈ ഡൈവ് എടുത്തിട്ടാണ് വന്നത്. ഷിപ്പിന് കുറച്ച് പേര് പോയി. അപ്പോൾ ഷിപ്പിന് പോയവർ എന്നോട്ട് നമ്മൾ പോകാത്തതിന് കാരണം ഇന്ന് കുറച്ച് പേരേ വന്നുള്ളൂ, കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് മാത്രം ഡൈവ് എടുത്താൽ മതിയായിരുന്നു. ഒരുപാട് ഡൈവ് സെൻറ്റർ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ട്രൈ ഡൈവ് എടുത്തിട്ട് നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവർ പറയുന്നതാണ് ഇത്. ചുമ്മാ പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സംഭവം നടന്നു. ഹാൻഡിൽ വിത്ത് കെയർ ബോക്സാ. അവസ്ഥ നോക്കിയേ, എൻ്റെ കപ്പലട്ടി ഫുള്ള് പോയി, ഫുള്ള് ചരിഞ്ഞു. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കപ്പലട്ടിയാണ് ചരിഞ്ഞത്, വേറൊന്നുമില്ല കപ്പലട്ടി. അതായത് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തേക്കുള്ളൂ. ഓക്കെ ബൈ.